സെഷനിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം ചൈൽഡ്ഹുഡ് ട്രോമ നമ്മളുടെ ലൈഫിനെ നമുക്ക് എങ്ങനെ ബാധിക്കുന്നു, നമുക്ക് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരു സംഗതിയാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നത്, ഇതിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. നമ്മുടെ ലൈഫിൽ നമുക്ക് ഗുഡ് മോർണിംഗ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അതേപോലെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചൈൽഡ്ഹുഡ് ട്രോമ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ പ്രൊഡക്ടിവിറ്റി ഇൻ വേരിയസ് വേസ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമ നമ്മളെ വല്ലാണ്ട് പലരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ ഒരു അവയർനെസ് തന്നതാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ നൽകുകയാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ചൈൽഡ്ഹുഡ് ട്രോമ, നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിലേക്ക് നമുക്കൊന്ന് വരാം. ചൈൽഡ്ഹുഡ് ട്രോമ നമ്മളെ ബാധിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ലാതെ പല രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും ചെയ്യുന്നതിലേക്ക് നമ്മളുടെ ലൈഫ് എത്താറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടുണ്ടാകുന്ന ഇമോഷണൽ ഡിസ്ട്രെസ് ആണ്. ട്രോമ ഫ്രം ചൈൽഡ്ഹുഡ് ക്യാൻ ലീഡ് ടു ഇമോഷണൽ ഡിസ്ട്രെസ് സച്ച് ആസ് ആങ്സൈറ്റി, ഡിപ്രഷൻ, പോസ്റ്റ് ട്രോമാറ്റിക്, അതായത് PTSD. അതായത് ഒരു ട്രോമ നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ഇമോഷണൽ ഡിസ്ട്രെസ്സിലേക്ക്, ആങ്സൈറ്റിയിലേക്ക് ഇത് നയിക്കും. ചിലരെ ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. ദിസ് കണ്ടീഷൻ ക്യാൻ അഫക്ട് കോൺസെൻട്രേഷൻ, ഫോക്കസ്, മോട്ടിവേഷൻ ആൻഡ് മേക്ക് ഇറ്റ് ചാലഞ്ചിങ് സ്റ്റേ പ്രൊഡക്റ്റീവ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ട്രോമ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കോൺസെൻട്രേഷനെ ബാധിക്കും, നമ്മുടെ ഫോക്കസിനെ ബാധിക്കും, മോട്ടിവേഷനെ ബാധിക്കും. നമ്മുടെ ലൈഫിൽ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് ആക്റ്റീവായിട്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കതൊരു പ്രയാസമായിട്ട് മാറും. നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് വേദനാജനകമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതായത് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ മടിയാവട്ടെ, നമ്മൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല, വായിക്കാൻ കഴിയുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നില്ല, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, മെഡിറ്റേഷനിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇത് എവിടെ നിന്ന് വരുന്നതാണ്? നമ്മളുടെ ട്രോമയിൽ നിന്ന് വരുന്നതാണ്. നമുക്കത് ഹീൽ ചെയ്തേ പറ്റൂ. ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് മറികടക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ലോ സെൽഫ് എസ്റ്റീം, നമ്മൾക്ക് ഞാൻ പോരാ, എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മളെ ട്രോമാറ്റിക് ഇവൻറ്റ്സ് എന്തെങ്കിലും എത്തിക്കും. ഇത് ചെറുപ്പത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമ മാത്രമല്ല, നമുക്ക് നമ്മളുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാകുന്ന എന്തെങ്കിലും ട്രോമാറ്റിക് എഫക്റ്റ് സംഗതികൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഡൗൺ ആക്കും. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാൻ പറ്റും. അതിന് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കണം. ട്രോമ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു സെൽഫ് എസ്റ്റീം ആൻഡ് ബിലീഫ്, ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്, എന്നെ കൊണ്ട് ഒന്നും നടക്കില്ല, ഞാൻ ഒന്നുമല്ല, എനിക്ക് കഴിയില്ല എന്ന ചിന്തയിലേക്ക് നമ്മൾ അതെത്തിക്കും. ദിസ് ക്യാൻ റിസൾട്ട് ഇൻ സെൽഫ് ഡൗട്ട്, വല്ലാണ്ട് സ്വയം സംശയിക്കുന്ന അവസ്ഥയിലേക്ക്, പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവത്തിലേക്ക്, അതേപോലെ തന്നെ ഇനീസിയേഷൻ എടുത്ത് ഇറങ്ങി തിരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ച് ചെയ്യേണ്ട, അത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മളത് എത്തിക്കും. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ മലഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസം. അതായത് നമ്മളൊരു ചൈൽഡ്ഹുഡ് ട്രോമ വല്ലാണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു കോപ്പിംഗ് മെക്കാനിസം നമുക്ക് ഡെവലപ്പ് ആകും. നമുക്ക് പെയിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഡിസയറിലേക്ക് പോകും. ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹത്തിലേക്ക് പോകും. അപ്പം അത് പലപ്പോഴും ചെയ്യാനുള്ള ആഗ്രഹത്തിലേക്ക് പോകുന്നത് തെറ്റായ അല്ലെങ്കിൽ നമുക്ക് താൽക്കാലിക പ്ലഷർ നൽകുന്ന കാര്യങ്ങളിലേക്കായിരിക്കാം. അത് സബ്സ്റ്റൻസ് അബ്യൂസ് ആവാം, അല്ലെങ്കിൽ അവോയ്ഡൻസ് ബിഹേവിയർ ആവാം. അതിൽ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യാതെ ഒളിച്ചോടുന്ന സ്വഭാവം. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ദുശ്ശീലങ്ങളിലേക്ക് പോവാം. ആ ദുശ്ശീലങ്ങൾ എന്ന് പറയുന്നത് എന്തുവാം, നമ്മൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആവാം, വേറെന്തെങ്കിലും അഡിക്ഷൻസ് ആവാം, ഡ്രഗ്സിന് അഡിക്ഷൻ ആവാം, അങ്ങനെ എന്തെങ്കിലും അഡിക്ഷനിലേക്ക് പോവാം. താൽക്കാലികമായിട്ട് സുഖം കിട്ടുന്ന കാര്യങ്ങളിലേക്ക്, ടൈം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളിലേക്ക് പോവുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ടൈം മാനേജ്മെന്റിനെ അത് ബാധിക്കും. നമുക്കത് ശരിക്കും പറഞ്ഞാൽ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പുതിയ ഗോളുകൾ സെറ്റ് ചെയ്ത് നമ്മൾ ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ തിരിച്ചുവിടാൻ പറ്റും.
പക്ഷെ നമുക്കൊരു ഒളിച്ചോടുന്ന ഒരു സ്വഭാവം ഡെവലപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പ്രൊഡക്ടിവിറ്റിയെയും നമ്മളുടെ ലൈഫിനെയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇന്റർപേഴ്സണൽ ചാലഞ്ചസ്, ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. ട്രോമ ക്യാൻ ഇമ്പാക്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഫാമിലി റിലേഷൻഷിപ്സ്, സ്പൗസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ജീവിത പങ്കാളിയായിട്ടുള്ള റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയാത്ത, മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള സംഗതികളിലേക്കൊക്കെ പോകും. പുറമെ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ കോൺഫ്ലിക്റ്റുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഒളിച്ചോട്ടത്തിന്റെ സ്വഭാവം ഉണ്ടാകും. ദിസ് ക്യാൻ എഫക്ട് ടീം വർക്കിലേക്ക് അത് ബാധിക്കും. കൊളാബറേഷൻ, മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകാൻ കഴിയാതെ വരും. മറ്റുള്ളവരുമായിട്ട് നെറ്റ്വർക്കിംഗ്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള സ്കില്ല് ബിൽഡ് ചെയ്യാനുള്ള സംഗതികളിലേക്ക് ഇത് ബാധിക്കും. ഫിസിക്കൽ ഹെൽത്ത് എഫക്ട്സ്, ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ശാരീരിക വേദന ഉണ്ടാകും. ചില ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ, ശരീരത്തിന് വേദനയുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, ലൈക്ക് ലോവർ ബാക്ക് പെയിൻ ഉണ്ട് അല്ലേ, അരയുടെ ഭാഗത്ത് വേദന, അല്ലെങ്കിൽ ശരീരത്തിന്റെ പല വേദന, ചെസ്റ്റിൽ പെയിന്, കൈകളിൽ വേദന, കൈകൾ പൊക്കാൻ പറ്റുന്നില്ല, നമ്മുടെ അസുഖങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സംഗതിയിലേക്കും ഇത് പോകും. ഇതൊരു കൺവേർഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. അപ്പൊ നമുക്ക് ആ ട്രോമ വല്ലാണ്ട് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്ത് നമുക്ക് വേദനയായിട്ടോ അസുഖങ്ങളായിട്ടോ ഒക്കെ വരുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി ലെവൽ എപ്പോഴും ഡൗൺ ആയിരിക്കും. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താണ് കൊഗ്നിറ്റീവ് ഇമ്പയർമെന്റ്സ്, അതായത് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, നമ്മുടെ മെമ്മറിയെ ബാധിക്കുക, മെമ്മറി നഷ്ടപ്പെടുക, നമുക്ക് കാര്യങ്ങൾ ഓർമ്മകളിൽ നിലനിൽക്കുന്നില്ല, നമുക്ക് മറവി വല്ലാണ്ട് ഉണ്ടാവുക, തീരുമാനം എടുക്കാൻ കഴിയാതിരിക്കുക, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, ഇതെല്ലാം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതും ട്രോമ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വർക്ക് ലൈഫ് ബാലൻസ്, ചിലരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ട്രോമ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. വർക്ക് ചെയ്യുകയാണെങ്കിൽ വല്ലാണ്ട് വർക്ക് ചെയ്യുക, എക്സോഷനിലേക്ക് പോവുക, ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരിക. ചിലർ തീരെ വർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, എല്ലാത്തിനോടും യെസ് പറയുന്ന സ്വഭാവം, വർക്ക് ഓവറായിട്ട് വർക്കിലോട് എടുക്കുക, എന്നിട്ട് നമ്മൾ ടയർഡായി പോവുക, എന്നിട്ട് പിന്നീട് വർക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വല്ലാണ്ട് നമ്മൾ, അപ്പൊ ഇങ്ങനെയുള്ള സംഗതിയിലേക്കൊക്കെ ഇത് നീങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹീൽ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലൊരു സംഗതിയാണ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന മെഡിറ്റേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലേക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇനി നമുക്ക് ഹീലിങ്ങിന് പറ്റുന്ന മറ്റൊരു സംഗതി ഞാൻ പറഞ്ഞു തരാം. EFT എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. EFT എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ EFT കൊണ്ട്, അതായത് അക്യൂപ്രഷർ പോയിന്റ്സ് എന്ന് പറഞ്ഞ പോയിന്റ്സ് ഉണ്ട്, മെറീഡിയൻ പോയിന്റ്സ് എന്ന് പറയും. നമ്മളുടെ ശരീരത്തിലുള്ള ഒരുപാട് മെറീഡിയൻ പോയിന്റ്സ് ഉണ്ട്, എനർജി പോയിന്റ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ എടുത്ത് അവിടെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വിരൽ കൊണ്ട് നമ്മളിങ്ങനെ മെല്ലെ ടാപ്പ് ചെയ്യും. ഇവിടെ മെറീഡിയൻ പോയിന്റ് ഉണ്ട്, ഇവിടെ ടാപ്പ് ചെയ്യാം. അതേപോലെ ഇവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഒരു 10-20 പോയിന്റുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രോമ മൂലമുണ്ടായിട്ടുള്ള ഈ എനർജി പോയിന്റ്സിൽ എനർജി ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. ഈ എനർജി ബ്ലോക്കായി കിടക്കുന്ന ആ എനർജി ഫ്ലോ പ്രോപ്പറായി മാറും. അത് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എനർജി പോയിന്റ്സിൽ കിടക്കുന്ന ശരീരത്തിൽ നമ്മൾ അടിഞ്ഞുകൂടിയിട്ടുള്ള ട്രോമ മൂലം നമുക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസ് ഉണ്ട്. ആ ടോക്സിൻസ് റിമൂവ് ആകും, അത് ഇളകും. അത് റിമൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റിമൂവ് ആകുന്നവരെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ടാപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഇത് ഹീല് ചെയ്യാൻ പറ്റും. നിങ്ങൾ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയിൽ വരാമോ? കുറച്ച് ആൾക്കാരെങ്കിലും വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ടൊരു ഡെമോൺസ്ട്രേഷൻ നടത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ ഒന്ന് വരിക.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക സംഗതി, ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഹീലിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയിലേക്ക് വരുമ്പോൾ ശരിക്കും നല്ല രീതിയിലേക്ക് നമ്മുടെ ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലേക്ക് ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത്. നിങ്ങൾ ഓൾറെഡി ടാപ്പിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? EFTയെ കുറിച്ച് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഒന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് കമൻറ്റ്. സുബൈർ രഹന പറയുന്നു, സുബൈർ പറയുന്നു, അനൂജ പറയുന്നു, ഓക്കെ. ഷറഫുദ്ദീൻ പറയുന്നു, ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് ഷാജിർ പറയുന്നു, ഓക്കെ. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. വേറെ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, രമ്യ പറയുന്നു, വെരി ഗുഡ്. ഓക്കെ, നിങ്ങളൊക്കെ ഓൾറെഡി നിലവിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യുന്നവർ യെസ് എന്ന് പറയുക, കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവർ. ഓക്കെ, ബിന്ദു അനിൽ പറയുന്നു, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ഓക്കെ. വേറെ ആരൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നവരെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ. ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും. പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ആവും. കമൻറ്റ് ആണ്. എവ്രിബഡി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്തു. പ്രാക്ടീസ് ചെയ്യാറ്, രഹന പ്രാക്ടീസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ ഇൻഗ്രീഡിയൻ പോയിന്റ്സ്, കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ പോയിന്റ്. ഇത് അക്യൂപ്രഷർ പോയിന്റ്സ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അക്യൂപ്രഷർ പോയിന്റ്സ്, ഈ ഒരു പോയിന്റ്. ഇത് മാത്രമല്ല കേട്ടോ, ഓരോ പോയിന്റ്സിലുണ്ട്. ഒന്ന് ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഹെഡിൽ. ഓക്കെ, നിങ്ങളുടെ രണ്ട് ചെവിയുടെ ഭാഗമുണ്ട്. ഇതിങ്ങനെ ഒരു ചേർന്ന് വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കൈയെടുത്തിട്ട് വരയ്ക്കുകയാണ് ഇവിടെ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ഭാഗമാണെന്ന് വെച്ചാൽ ഈ കൺപുരികം ഉണ്ടല്ലോ, ഈ കൺപുരികം തുടങ്ങുന്നതിന്റെ, അതായത് ഈ രണ്ട് സൈഡിലായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ. ഓക്കെ, പിന്നെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്യാം, കണ്ണിൻ്റെ ഈ സൈഡിലായിട്ട്. പിന്നെ വരുന്നത് ഇവിടെ കണ്ണിന് താഴെ, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കണ്ണിന് താഴെ ഒരു ചന്ദ്രകല മാതിരി ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു എല്ല് കാണാം അല്ലേ? ടച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടും അവിടെ. പിന്നെ നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ചാൽ മൂക്കിന് താഴെ ഭാഗം, മൂക്കിൻ്റെയും മേൽചുണ്ടിൻ്റെയും ഇവിടെ, മേൽചുണ്ടിൽ ഇവിടെ ഈ ഭാഗം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് ഈ ഭാഗം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ, അതായത് കോളർ ബോൺ കാണാം, ആ ബോണിന്റെ താഴെ ഇവിടെ കേട്ടോ. രണ്ട് സൈഡിലും ടാപ്പ് ചെയ്യാം. ഒരു കൈ കൊണ്ട് മാത്രം ടാപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ, അതായത് ചെസ്റ്റിന്റെ സൈഡിലായിട്ട് അണ്ടർ ആംസ് എന്ന് പറയും. നമുക്ക് അണ്ടർ ആംസ് കക്ഷത്തിലല്ല, കക്ഷത്തിന് കുറച്ച് താഴെയായിട്ട്, ചെസ്റ്റിന്റെ നേരെ സൈഡിലായിട്ട് കേട്ടോ. പിന്നെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ കുറച്ചുകൂടെ താഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത്, ചെസ്റ്റിന് താഴെയായിട്ട് വാരിയലിന്റെ ഈ ഒരു ഭാഗത്ത്. അവിടെ ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ അവിടെ ചെയ്യാം. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൈയിന്റെ ഇവിടെ ഈ ഭാഗത്ത്, ഇത് ചിലർക്ക് പുതിയ പാർട്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ,
ഈ ഭാഗത്ത്. രണ്ടും ചെയ്യണമെന്നില്ല, ഒരു ഭാഗത്ത് തന്നെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ വരുന്നത് വിരലിൽ ഈ ഭാഗത്ത്. ഓരോ വിരലിൻ്റെയും നഖം നിങ്ങൾക്ക് കാണാം. ആ നഖത്തിൻ്റെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? ആ കോർണറിനോട് ചേർന്നിട്ട് ഓരോ വിരലിൻ്റെയും അറ്റത്തായിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഓരോ പോയിന്റിലും ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഗാമറ്റ് എന്ന് പറയും, ഈ ഭാഗം ഇവിടെ ടാപ്പ് ചെയ്യുക. പിന്നെ ഇവിടെയും ടാപ്പ് ചെയ്യുക, ഈ വിരലിൽ അവസാനം. ലാസ്റ്റിൽ വീണ്ടും ഇവിടെ തന്നെ ടാപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ തുടങ്ങുന്ന സ്ഥലം. ഓക്കെ. ഇത് ആക്ച്വലി ഈ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന എനർജി, ഇതൊക്കെ എനർജി പോയിന്റ്സ് ആണ്. ഇനിയും കുറേ സ്ഥലമുണ്ട് നമ്മുടെ ശരീരത്തിൽ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന. കാലിലുണ്ട്, പല സൈഡിലോ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ ഈ സ്ഥലങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ കറക്റ്റായിട്ട് ടാപ്പ് ചെയ്തിട്ട്, ഈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോബ്ലം എന്താണോ, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ, അല്ലെങ്കിൽ നമ്മുടെ ട്രോമയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട് എന്താണോ, ആ ബുദ്ധിമുട്ട് ആദ്യം നമ്മൾ പറയാം. നമ്മളോട് പറയാം ആ ബുദ്ധിമുട്ട്. ഈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശരീരത്തിന് വേദന ഉണ്ടെങ്കിൽ ആ വേദന, എൻ്റെ ശരീരത്തിൽ ബാക്ക് സൈഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന വേദന, ആ ഒരു വല്ലാത്ത വേദന, ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം, അതാണെങ്കിൽ അത് പറയാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വേറെ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കാം, സങ്കടപ്പെടുന്ന ഒരു കാര്യം, സങ്കടമായിരിക്കാം. എന്താണോ നിങ്ങളുടെ ഫീലിങ്സ്, ആ ഫീലിങ്സ് എടുക്കുക. നിങ്ങളുടെ ആ ഒരു ഇമോഷൻ എടുക്കുക, ആ വേദന അല്ലെങ്കിൽ ആ സങ്കടം, ആ പ്രശ്നം അതെടുക്കുക. അതെടുത്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്രയാസം, എൻ്റെ ആ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു പേടിയായിരിക്കും ചിലർക്ക്. ആ ഒരു പേടി, ആ ഒരു വല്ലാത്ത പേടി, ആ ഒരു വല്ലാത്ത പ്രശ്നം. ചിലരെ സംബന്ധിച്ചോളം അഡിക്ഷനാണ്. അപ്പോൾ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളൊരു സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നു, അപ്പോൾ അത് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഫീലിംഗ് ഒറ്റയടിക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? എടുത്തിട്ട്, ഇതിന്റെ റെക്കോർഡ് സെഷൻ ഉണ്ടോന്ന് വെച്ചാൽ റെക്കോർഡ് സെഷൻ ഉണ്ട്. ഓക്കെ. അതിന്റെ ആ ഒരു സംഗതി എടുത്തിട്ട് എന്ത് ചെയ്യുക? അതേപോലെ ടാപ്പ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ, ആ അഡിക്ഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നും. ഭക്ഷണം കഴിക്കാൻ തോന്നണം ഓവറായിട്ട്. ചിലർക്ക് ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന സമയത്ത് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പറയാം, എനിക്കിപ്പോൾ ഈ വരുന്ന ആ ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു വല്ലാത്തൊരു ആ ഒരു കൊതി, ആ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതെനിക്ക് വല്ലാണ്ട് എനിക്കതൊരു പേടി തരുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ കഴിച്ചു പോവുക, അല്ലെങ്കിൽ ഞാനത് ചെയ്തു പോവുക, അല്ലെങ്കിൽ എനിക്കതൊരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നു, കുറ്റബോധം ഉണ്ടാക്കുന്നു. എന്താണ് ഫീലിങ്സ് എങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധമോ സങ്കടമോ വിഷമമോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് പറയുക. ഓക്കെ. അത് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു സംഗതിയെ, വിഷമത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കറിയാം അത് എന്നിലുണ്ട്. ആ ഒരു സങ്കടം, ആ ഒരു വിഷമം, ആ ഒരു കുറ്റബോധം അതുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കും. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമുക്കത് ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് അത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചിലർക്ക് നല്ല ബുദ്ധിമുട്ട് വരും, ചിലർക്ക് നല്ല പ്രയാസം വരും, ചിലർക്ക് ആ ടോക്സിൻസ് ഇളകും. അതായത് നമ്മുടെ എനർജി പോയിന്റ്സിൽ കിടക്കുന്ന, നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ട്രോമ മൂലം ഉണ്ടായിട്ടുള്ള എനർജി പോയിന്റ്സ്, ആ ബ്ലോക്കുകൾ നമുക്കത് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടോക്സിൻസ് ഇളകും. ഇളകുന്നതോട് കൂടിയിട്ട് എന്താ സംഭവിക്കുക? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടാപ്പിംഗ് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? പെയിന് വല്ലാണ്ട് കൂടിയിട്ട് നിങ്ങൾ നിർത്തും. ചിലർക്ക് അത് തുടരാൻ താല്പര്യം ഉണ്ടാവും. ചിലർക്ക് പെയിന് വല്ലാണ്ട് കൂടും, വല്ലാണ്ട് ഇളകി, വല്ലാണ്ട് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും വരും, വല്ലാത്ത ബുദ്ധിമുട്ട് ചിലർക്ക് വരും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒറ്റയടിക്ക് ഇത് മാറാം അല്ലെങ്കിൽ മാറും എന്നുള്ള പ്രതീക്ഷയിൽ ചില കേസുകൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷെ എന്നാലും പതിയെ ടൈം എടുത്ത് റിലാക്സ് ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്ക് ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇത് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ,
ഒരു ഹീലറുടെ അല്ലെങ്കിൽ ഒരു ടാപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹീലറുടെ സഹായത്തോട് കൂടിയിട്ട് ഹീൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഹീലർമാരുണ്ട്. ഹീലർമാർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഹീൽ ചെയ്ത് തരും. ഇത് ഈ ഒരു ടാപ്പിംഗ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾക്ക് ആ ഒരു മെമ്മറി എന്താണോ നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ള അഡിക്ഷൻ, അസിഡിറ്റി പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അസിഡിറ്റി ഇഷ്യൂസ് കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഉണ്ടായത് മാറിയതാണ്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള കാരണമായിട്ടുള്ള ഒരു മെമ്മറി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ ട്രിഗർ ചെയ്ത് കിടക്കുന്ന ഒരു വേർഡ് ഉണ്ടാവും, ഒരു ബിലീഫ്. ആ ബിലീഫും നമ്മൾ ഇതിനെ കൂടെ കണ്ടെത്തണം. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സിംപ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് റിലാക്സ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫീലിങ്സ് എടുക്കുക, ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ജസ്റ്റ് ടാപ്പ് അലോങ് വിത്ത്, കൂടുതൽ എനർജി ഫീൽ ചെയ്യാൻ വേണ്ടി, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി. ഓക്കെ, ജസ്റ്റ് ടാപ്പ് ചെയ്യുക. വേറെ ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ട, ജസ്റ്റ് ടാപ്പ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ചില ചാലഞ്ചസുകളുണ്ട്. ഇപ്പോഴും ചില സമയത്ത് എനിക്ക് ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലേക്ക് എടുക്കുക. ആ വരുന്ന പ്രശ്നങ്ങൾ അതുണ്ട് എന്ന് എനിക്കറിയാം. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം എൻ്റെ ലൈഫിൽ നേരെ ഹെഡിലേക്ക് ടാപ്പ് ചെയ്യാം. ആ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് എങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അത് ചിലർക്ക് വെൽത്ത് ബ്ലോക്ക് ആയിരിക്കാം, സമ്പത്ത് വരുന്നില്ല എന്നുള്ള വിഷമമായിരിക്കാം, കടബാധ്യതകൾ, പ്രശ്നങ്ങളുണ്ടാവും, വട്ട് എവർ ഇറ്റ് ഈസ്. ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസം. ആ ഒരു ബുദ്ധിമുട്ട് എവിടെയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. നെഞ്ചിലാണോ, ശരീരത്തിലാണോ? അപ്പോൾ എവിടെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ അവിടെ പറയാം. നെഞ്ചിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ബാക്കിൽ ഷോൾഡറിൽ ഫീൽ ചെയ്യുന്ന ആ ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം, അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എനിക്ക് തീരെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കുന്ന ആ ഒരു പ്രയാസം ഇത് ടാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടാപ്പ് ചെയ്യാം. വല്ലാത്ത ബുദ്ധിമുട്ട്, വല്ലാത്ത പ്രയാസം, വല്ലാത്ത പ്രയാസം, ഇവിടെ ടാപ്പ് ചെയ്യുക. സൈഡ് ഓഫ് ദ ഐ. വല്ലാത്ത പ്രയാസം, വല്ലാത്ത ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങളെ മനസ്സിൽ ജസ്റ്റ് ചിന്തിക്കുക. എനിക്കിപ്പോൾ റിലാക്സ് ആവണം, എനിക്കൊന്ന് ബെറ്ററായിട്ട് ഫീൽ ചെയ്യണം, എനിക്കത് പൂർണ്ണമായിട്ടൊന്ന് ക്ലിയർ ആയിട്ട് വരണം. അടുത്തത് കണ്ണിന് താഴെയായിട്ട് ടാപ്പ് ചെയ്യാം. ഈ ഒരു പ്രയാസം അവിടെ ഉണ്ടെങ്കിലും, ഈ ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ഞാൻ എന്നെ സത്യസന്ധമായും അഗാധമായും പരിപൂർണമായും സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവിൻലി, സിൻസിയർലി, ഡീപ്ലി. നേരെ മൂക്കിന് താഴെ ടാപ്പ് ചെയ്യും. ഐ ലവ് മൈസെൽഫ്. ഈ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും, ഇങ്ങനെ ഒരു പ്രയാസം എനിക്കുണ്ടെങ്കിൽ പോലും, ഞാൻ എന്നെ പരിപൂർണമായും സത്യസന്ധമായും അഗാധമായും സ്നേഹിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവിൻലി, സിൻസിയർലി, ഡീപ്ലി. നേരെ ചുണ്ടിന് താഴെയായിട്ട് തൊട്ട് താഴെ ടാപ്പ് ചെയ്യുക. ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടെങ്കിൽ പോലും, പ്രയാസം എനിക്കുണ്ടെങ്കിൽ പോലും, ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു. ഞാൻ എന്നെ അംഗീകരിക്കുന്നു. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. നേരെ കോളർ ബോൺ, ഈ ചെസ്റ്റ് കോളർ ബോണ് താഴെയായിട്ട് രണ്ട് കൈകൾ കൊണ്ടും ടാപ്പ് ചെയ്യുക. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. ഈ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും,
ഈ പ്രയാസം എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ ഹീൽ ചെയ്യാൻ അനുവദിക്കുന്നു. എൻ്റെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ഇമോഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള ടോക്സിൻസ് എല്ലാം ഞാൻ ഹീൽ ചെയ്യും. ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അണ്ടർ ആം സൈഡിൽ ടാപ്പ്. ഐ ലവ് മൈസെൽഫ്, I accept myself, I forgive myself completely, genuinely, sincerely, deeply. Even though I have this problem, എനിക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും I love myself, I accept myself, forgive myself completely, genuinely, sincerely, deeply. ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ടാപ്പ് ചെയ്യാം. സൈഡ് മാറ്റി പിടിക്കും. I love myself, I accept myself, forgive myself completely. അതേപോലെ നിങ്ങൾ അതായത് അണ്ടർ ദ റിബ്സ്, അതായത് വാരിയിൽ നിന്ന് താഴെയായിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ടാപ്പ് ചെയ്യുക. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ, നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നത് കാണാം, ഫീൽ ചെയ്യുന്നത് കാണാം. ആത്മാർത്ഥമായിട്ട് ചെയ്തവർക്ക് അത് കിട്ടുള്ളൂ. ചിലരിത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നവരുണ്ട്. ഇതിപ്പോൾ എന്തേ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അറിയിടാവേണ്ട. ജസ്റ്റ് കണ്ടിന്യൂ ടാപ്പ്. ഓക്കെ, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. കൈയിൻ്റെ റിസ്റ്റിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് ടാപ്പ് ചെയ്യും. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം, അതെനിക്ക് അവിടെ ഉണ്ട്. ഐ നോ, എനിക്കറിയാം. ഇറ്റ് ഈസ് ദയർ. അതെന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കാറുണ്ട്, എന്നെ വല്ലാണ്ട് അസ്വസ്ഥനാക്കാറുണ്ട്, എന്നെ വല്ലാണ്ട് വിഷമത്തിലാക്കിയിട്ടുണ്ട്. ആ ഒരു വല്ലാത്ത ഒരു പ്രയാസം നിറഞ്ഞിട്ടുള്ള ഒരു വല്ലാത്ത ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സംഗതി എൻ്റെ ശരീരത്തിൽ വേദനയായിട്ട്, അല്ലെങ്കിൽ അസുഖമായിട്ടും, അല്ലെങ്കിൽ പല രീതിയിലായിട്ട് അത് മാറിയിട്ടുണ്ട്. എൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാറുണ്ട്. എന്താണോ നിങ്ങളെ ഏത് രീതിയിലാണോ ബാധിച്ചത് ആ രീതിയിലുള്ള സംസാരം അത് സംസാരിക്കുക, അത് പറയാം. ആ രീതിയിൽ ബാധിച്ചിട്ടുള്ള അതിനൊരു കളർ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ആ ഒരു അസ്വസ്ഥതയ്ക്ക് ഒരു കളർ കൊടുക്കാൻ വേണമെങ്കിൽ ഒരു ബ്ലാക്ക് കളറോ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കളറാണ് കൊടുക്കേണ്ടത്. ബ്ലാക്ക് കളറിലുള്ള, അല്ലെങ്കിൽ ഡാർക്ക് കളറിലുള്ള, ഗ്രേ കളറിലുള്ള, ബ്രൗൺ കളറിലുള്ള, പല കളറിലും പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. ഏതാ കളറിന് വെച്ചാൽ അത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത പോയിന്റിലേക്ക് ഫിംഗറിലേക്ക് ടാപ്പ് ചെയ്യുക. ആ ഒരു കളറിലുള്ള ആ ഒരു ബുദ്ധിമുട്ട്, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ആ ഒരു വല്ലാത്ത വിഷമം, ഈവൻ ദോ ഇറ്റ് ഈസ് ദെയർ, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. ആ ഒരു പ്രശ്നം, ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, സത്യസന്ധമായി അഗാധമായിട്ട് സ്നേഹിക്കുന്നു. ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഫിംഗറിൽ ടാപ്പ് ചെയ്യും. ഐ ലവ് മൈസെൽഫ്, I accept myself, I forgive myself completely, genuinely, sincerely, deeply. I love myself, I accept myself, I forgive myself completely, genuinely, sincerely, deeply. ലാസ്റ്റ് ഫിംഗറിലേക്ക് വരിക. അതേപോലെ തന്നെ ഗാമറ്റിൽ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക. ഇനി ടാപ്പ് ചെയ്യാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിക്കുകയും ചെയ്യും. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാലും മതി. ഓക്കെ, ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക, ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ഉണ്ട്, അതിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫൈനലായിട്ട് ഫിംഗറിൽ ടാപ്പ് ചെയ്യുന്നു, ലിറ്റിൽ ഫിംഗറിൽ ടാപ്പ് ചെയ്യുന്നു, ചെറിയ വിരൽ ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, ബാക്ക് ടു ദ കരാട്ടെ ഷോപ്പ്, അതായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ എത്താം. അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പറയും ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ഐ അലോ മൈസെൽഫ് ടു ഹീൽ. ഞാൻ എന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും ഇതിലൂടെ, ഈ ഒരു പ്രയാസവുമായിട്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും എല്ലാം ഹീൽ ചെയ്യും. 100% പ്യൂരിറ്റിയോട് കൂടിയിട്ട് ഹീൽ ചെയ്ത് നല്ല രീതിയിലേക്ക് എൻ്റെ എല്ലാ ബ്ലോക്കുകളും റിമൂവ് ചെയ്ത് എൻ്റെ ലൈഫ് ബെറ്റർ ആകുന്ന രീതിയിലേക്കുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന
ഒരു നല്ല വ്യക്തിയായിട്ട് എനിക്ക് മാറാം. എൻ്റെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, നല്ല എനർജറ്റിക് ആയിട്ട് ജോലി ചെയ്യാൻ, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റെ പ്രയാസങ്ങളെല്ലാം മാറിയിട്ട് നല്ല രീതിയിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയൽ ലൈഫ്, മാതൃകാപരമായുള്ള ജീവിതം, മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നതിന് എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ബ്ലോക്കുകളും റിമൂവ് ചെയ്യാൻ ഞാൻ എന്നെ അനുവദിക്കുന്നു. ഞാൻ എന്നെ ഹീൽ ചെയ്യാൻ അനുവദിക്കുന്നു. ഞാൻ അതിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫൊർഗീവ് മൈസെൽഫ്. I am safe. I am safe. I am safe. I love myself. I love myself. I accept myself. I forgive myself. Completely, genuinely, sincerely, deeply. നിങ്ങൾക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യാം, ഞാൻ അതല്ല ഇങ്ങനെ ടാപ്പ് ചെയ്യാം കേട്ടോ. നോ ഇഷ്യൂ. ഇറ്റ്സ് യുവർ ചോയ്സ്. നോ ഇഷ്യൂ. ഈ രൂപത്തിൽ ടാപ്പ് ചെയ്യാം, ഇങ്ങനെയും ടാപ്പ് ചെയ്യാം, അതേപോലെ ഇങ്ങനെയും ടാപ്പ് ചെയ്യാം. ഡോണ്ട് വറി. ഏത് രീതിയിൽ വേണമെങ്കിലും ടാപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. I love myself. I accept myself. I forgive myself completely, genuinely, sincerely. സത്യസന്ധമായും അഗാധമായും ഇതേ ടാപ്പിംഗ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് കൊടുത്തുകൊണ്ട്. I am safe. I feel safe. I am safe. ഹെഡിലേക്ക് വരിക. I am safe. I am healing. I allow myself to heal. I can heal easily. ഞാൻ എന്നെ ഹീൽ ചെയ്യാൻ അനുവദിക്കുന്നു. ഐ ലവ് മൈ ലൈഫ്. മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യാം. മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെയും ടാപ്പ് ചെയ്യാം, അതല്ല ഇങ്ങനെയും ടാപ്പ് ചെയ്യാം. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഫൊർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. സത്യസന്ധമായും അഗാധമായും ഞാൻ എന്നെ പരിപൂർണമായും സ്നേഹിക്കുന്നു. സൈഡ് ഓഫ് ദ ഐസിൽ ടാപ്പ് ചെയ്യാം. അതും ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. രണ്ട് കൈകൾ കൊണ്ടും ടാപ്പ് ചെയ്യാം. ഐ ലവ് മൈസെൽഫ്. I accept myself, forgive myself completely, genuinely, sincerely, deeply. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരുപാട് കാലം ഞാൻ എന്നെ സ്വയം വെറുത്തിട്ടുണ്ട്, സ്വയം ഡൗൺ ആക്കിയിട്ടുണ്ട്, സ്വയം പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടത്തിവിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സത്യസന്ധമായും അഗാധമായും സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യുക? സത്യസന്ധമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഇനി നേരെ അണ്ടർ ദ ഐസിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു? മൂക്കിന് താഴെയായിട്ട് അണ്ടർ ദ നോസ് ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സെയിം ഡയലോഗുകൾ റിപ്പീറ്റ് ചെയ്യുക. ഐ ലവ് മൈസെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നെ സത്യസന്ധമായും പരിപൂർണമായും സ്നേഹിക്കുന്നു. ഐ ലവ് മൈ ലൈഫ്. ഐ ലവ് മൈ ലൈഫ്. ഐ ലവ് മൈ ലൈഫ്. My life is amazing. എൻ്റെ ലൈഫ് അമേസിംഗ് ആണ്. എൻ്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ ലൈഫ് അമേസിംഗ് ആണ്. ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ടാപ്പിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുക. My life is amazing. My life is amazing. I love my life. I love my life. My life is amazing. My life is amazing. നേരെ ടാപ്പിംഗ് എന്ത് ചെയ്യുക? ചിന്നിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ടാപ്പ് ടു ദ ചിൻ പാർട്ട്. മൈ ലൈഫ് ഈസ് അമേസിങ്. മൈ ലൈഫ് ഈസ് അമേസിങ്. മൈ ലൈഫ് ഈസ് അമേസിങ്. നേരെ ചിന്നിലേക്ക്, മൂക്കിന് താഴെ, അത് കഴിഞ്ഞതിന് ശേഷം ചിന്നിൽ ടാപ്പ് ചെയ്യുക, താടിയിൽ. ഐ ലവ് മൈ ലൈഫ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലൈഫ്. നേരെ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം. അത് കഴിഞ്ഞിട്ട് കോളർ ബോണിൽ, അണ്ടർ ദ കോളർ ബോൺ ടാപ്പ് ചെയ്യാം. Take a deep breath. ഇതിനിടയിൽ എന്ത് ചെയ്യാം? ദീർഘശ്വാസം എടുക്കാം. ഒന്ന് റിലാക്സ് ചെയ്യാം. Take a deep breath and relax. Take a deep breath and relax. One more time. Take a deep breath and relax. അതേപോലെ തന്നെ അണ്ടർ ആംസ് ടാപ്പ് ചെയ്യാം. My life is amazing. I am blessed. ഞാൻ സേഫാണ്. ഞാൻ സേഫാണ്. ഞാൻ സേഫാണ്. ഐ ആം സേഫ്. ഞാൻ വളരെ സുരക്ഷിതനാണ്. അടുത്ത സൈഡിലേക്ക് ടാപ്പ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ. ഞാൻ വളരെ ഹെൽത്തിയാണ്. ഞാൻ വളരെ ഹെൽത്തിയാണ്. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. അണ്ടർ ദ റിബ്സ് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഐ ആം അണ്ടർസ്റ്റുഡ്. എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു. ഞാൻ എന്നെ മനസ്സിലാക്കുന്നു.
ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ കൂടെയുണ്ട്. മൈ ഫാമിലി ഈസ് വിത്ത് മീ, മൈ ചിൽഡ്രൻ ഈസ് വിത്ത് മീ. എൻ്റെ മക്കൾ എൻ്റെ കൂടെയുണ്ട്. നേരെ കയ്യിൽ ടാപ്പ്. എൻ്റെ കൂടെ എനിക്ക് വേണ്ട ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ കൂടെയുണ്ട്. ഐ ആം ഇനഫ്, ഐ ആം ഇനഫ്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ കൂടെ ആരുമില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഞാൻ ഒറ്റപ്പെട്ടാണെന്നുള്ളത് തോന്നാറുണ്ട്. ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ ആം സേഫ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ സേഫാണ്. ഐ ലവ് മൈ ലൈഫ്. മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ ലൈഫിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണ്. ഞാൻ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. എൻ്റെ ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫിംഗറിൽ ടാപ്പ് ചെയ്യുക. ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്. ഐ വിൽ ചേഞ്ച് മൈ ലൈഫ്. ഐ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്. ഐ വിൽ ചേഞ്ച് മൈ ലൈഫ്. ഐ ആം ഹീലിംഗ്. ഞാൻ ഹീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ജീവിതം എനിക്ക് മാറ്റാൻ പറ്റും. എന്നെ ഹീൽ ചെയ്യുന്നതിലൂടെ, എൻ്റെ എനർജി ബ്ലോക്ക് റിമൂവ് ചെയ്യുന്നതിലൂടെ, ഞാൻ എന്നെ ഹീൽ ചെയ്ത് പരിപൂർണമായിട്ടും എൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഞാൻ എന്നെ ഹീൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ രക്ഷപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ള, ബെസ്റ്റായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിലേക്ക് നല്ല സമ്പത്ത്, നല്ല അവസരങ്ങൾ, നല്ല ആരോഗ്യം, നല്ല ബന്ധങ്ങൾ എല്ലാം വന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഫിംഗറിൽ ടാപ്പ് ചെയ്യുക. ഗ്യാമറ്റിൽ ടാപ്പ് ചെയ്യുക. I love my life. My life is beautiful. I am amazing. I am amazing. I am safe. I am safe. I am safe. Final finger tap here. Take a deep breath and relax. My life is beautiful. My life is amazing. I can do, I can be, I can achieve anything what I want. എനിക്ക് എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അവസരങ്ങൾ എനിക്കുണ്ട്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണോ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആരാണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതെനിക്ക് ആയിത്തീരാൻ പറ്റും. ലാസ്റ്റ് പാരഡൈസ് ഷോപ്പിലേക്ക് വരും. ഐ ലവ് മൈ ലൈഫ്. മൈ ലൈഫ് ഈസ് അമേസിങ്. മൈ ലൈഫ് ഈസ് അമേസിങ്. മൈ ലൈഫ് ഈസ് അമേസിങ്. ഇങ്ങനെ വേണമെങ്കിലും ടാപ്പ് ചെയ്യാം, ഇങ്ങനെയും ടാപ്പ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. മൈ ലൈഫ് ഈസ് അമേസിങ്. മൈ ലൈഫ് ഈസ് അമേസിങ്. ഐ ആം ബ്ലെസ്ഡ്. ഐ ആം ബ്ലെസ്ഡ്. ഞാൻ അനുഗ്രഹീതനാണ്. ഞാൻ എന്നെ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും ഞാൻ എന്നെ സ്നേഹിക്കും. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫർഗീവ് മൈസെൽഫ്. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ ഉൾക്കൊള്ളും. ഞാൻ എന്നെ അംഗീകരിക്കും. കംപ്ലീറ്റ് സത്യസന്ധമായും അഗാധമായും പരിപൂർണമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ എന്നെ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. ഐ അക്സെപ്റ്റ് മൈസെൽഫ് ആസ് ദ വേ ഐ ആം. മൈ ലൈഫ് ഈസ് അമേസിങ്. ഇനി പതിയെ കൈകൾ കൂട്ടിത്തിരുമ്പ, എന്നിട്ട് ആ ഒരു എനർജി ഫീൽ ചെയ്യുക. കൈകളുടെ ഇടയിൽ ഒരു എനർജി ഫീൽ ചെയ്യുക. ആ ഒരു എനർജി നിങ്ങളുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന പോസിറ്റീവ് എനർജി നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ആ എനർജിയുടെ ആ ഒരു പ്യൂരിറ്റി കൊണ്ട്, പോസിറ്റീവ് എനർജിയുടെ പ്യൂരിറ്റി കൊണ്ട് അത് മുഴുവൻ നിങ്ങളുടെ മുഖത്തേക്ക് എടുത്ത് നിങ്ങൾ വല്ലാണ്ട് ആ ഒരു എനർജിയെ നിങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ അങ്ങ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ഫ്ലോ ദ എനർജി ത്രൂ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിലൂടെ ആ ഒരു എനർജി നല്ല രീതിയിലേക്ക് ഫ്ലോ ചെയ്യാൻ, എനർജി ബ്ലോക്കുകളെല്ലാം റിമൂവ് ചെയ്ത് ഹീൽ ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള, റിലാക്സ്ഡ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങളെ കംപ്ലീറ്റ് ഹീൽ ചെയ്ത് നിങ്ങളുടെ അസുഖങ്ങളാവട്ടെ, ബുദ്ധിമുട്ടുകളാവട്ടെ, അത് പ്രയാസങ്ങളാവട്ടെ, വിഷമങ്ങളാവട്ടെ, സങ്കടങ്ങളാവട്ടെ, ദുഃഖങ്ങളാവട്ടെ, കുറ്റബോധമാവട്ടെ, എന്താണെങ്കിലും എല്ലാം ഹീൽ ചെയ്ത് റിലാക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കട്ടെ. അനുവദിക്കുക.
Take a deep breath. One more time. Take a deep breath. കൈകൾ രണ്ടും എന്ത് അവിടെ വെക്കുക. ഇടത്തെ കൈ നെഞ്ചിൽ വെക്കുക, വലത്തെ കൈന് മുകളിൽ വെക്കുക. എന്നിട്ട് take a deep breath. One more time. Take a deep breath. ഈ കൈകൾ ഇങ്ങനെ വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റണം. ഫീൽ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. നിങ്ങളെ ഫീൽ ചെയ്യുക. ഒന്നുകൂടെ ഫീൽ ചെയ്യുക. One more time. Take a deep breath. Okay. How do you feel? Okay. മനസ്സറിഞ്ഞ് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിശ്വാസപ്രകാരം പറയുക. ഈശ്വരന് നന്ദി. അൽഹംദുലില്ലാ. വട്ടെവർ ഇറ്റ് ഈസ്. നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് ആ രൂപത്തിൽ പറയും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട്, പ്രപഞ്ചനാഥനോട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Just feel that. And this is one of the way that you can heal your childhood trauma. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഒന്നിലേക്കും പോയിട്ടില്ല, ജസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല, ജനറൽ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ഹൗ ഡു യു ഫീൽ നൗ? ഹൗ ഡു യു ഫീൽ? ജസ്റ്റ് കമന്റ്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ആർ യു ഫീലിംഗ് ബെറ്റർ? ആർ യു ഫീലിംഗ് റിലാക്സ്ഡ്? എനർജി കൂടി. വെരി ഗുഡ്. എനർജി കൂടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ഫസ്റ്റ് റൗണ്ട് നെഗറ്റീവ്, സെക്കൻഡ് റൗണ്ടിൽ പോസിറ്റീവ് അഫർമേഷൻസ്, അങ്ങനെയല്ലേ? ഓക്കെ, നെഗറ്റീവ് പറയുക. യെസ് യെസ്. EFTക്ക് ഡീപ്പ് സ്ലീപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഡീപ്പ് സ്ലീപ്പ്, അതായത് എനിക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ള പ്രയാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ടാപ്പ് ചെയ്യുക. എന്നിട്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഞാൻ ഹീൽ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു തോട്ട് ഉണ്ടാവും നിങ്ങളുടെ മൈൻഡിൽ, എനിക്ക് കിട്ടുന്നില്ല. ആ തോട്ട് പൊട്ടിക്കുകയാണ് വേണ്ടത്. ആ ഒരു ബിലീഫ് പൊട്ടണം. അത് പൊട്ടണമെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് പിന്നീട് എന്താ വെച്ചാൽ ആ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതിന് കുറേ പ്രോസസ്സ് ഉണ്ട്. ഞാൻ ആ പ്രോസസ്സ് പ്രകാരം ഒന്നും നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല. ജനറൽ ആയിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യിക്കാനുണ്ടെങ്കിൽ സ്പെസിഫിക്കലി അതിന്റെ സ്കെയിൽ നമ്മൾ അളക്കണം, നമ്മളുടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ നല്ല പെയിൻ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനൊരു ഔട്ട് ഓഫ് 10 സ്കെയിൽ ഉണ്ടാവും. സ്കെയിൽ ഇത് ചെയ്തവർക്ക് അറിയാം. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് എടുക്കുക, അതിന് 10ൽ എത്ര ഉണ്ടെന്ന് നോക്കുക. ഒരു വേദനയാവാം, സങ്കടമാവാം, കാര്യങ്ങളാവാം. അത് എന്നിട്ട് എന്താ വെച്ചാൽ ഒരു റൗണ്ട് നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് അത് എത്ര കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. 10ലുള്ളത് 8 ആയിട്ടുണ്ടോ, 6 ആയിട്ടുണ്ടോ? അപ്പൊ അതിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു എമൗണ്ട് ആണ്. എങ്ങനെയാണ് അത് അളക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. എത്ര ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 10ൽ നല്ല കൂടുതലുണ്ടെങ്കിൽ 10ൽ 10 ഉണ്ട്. അപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ലൊരു നമുക്ക് തന്നെ തോന്നും 8 ആയിട്ടുണ്ട്. അപ്പൊ എത്രയുണ്ട് നമ്മൾ തന്നെ സ്വയം ചോദിക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? അത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഉറങ്ങാനുള്ള ഒരു സംഗതിയെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള വിഷമം അതെന്താണ്? സങ്കടമാണോ, വേദനയാണോ, വിഷമാണോ, അല്ലെങ്കിൽ പറ്റുന്നില്ലല്ലോ എന്നുള്ള അത് ആ ഒരു സാധനം എടുത്തിട്ട്, ആ ഒരു തോട്ട്, അതിന്റെ ഒരു ചിന്ത എടുത്തിട്ട്, അതിന്റെ ഒരു ഫീലിംഗ് എടുത്തിട്ട് അതിനെ ടാപ്പ് ചെയ്തിട്ട്, ഇതിന്റെ പല വേർഷൻസ് ഇത് ചെയ്യുന്നതുണ്ട്, പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഡെപ്തിൽ പഠിക്കണം. ഓക്കെ, ഹൗ ഡു യു ഫീൽ? എനർജി കൂടിയിട്ടുണ്ട്, ഫീൽ കൂൾ, കോൺഫിഡൻറ്റ് കൂടി, ഫീൽ ഗുഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിരുന്നുണ്ടോ? പ്രയാസം എന്തെങ്കിലും ഉണ്ടോ? ചിലർക്ക് എന്താ വെച്ചാൽ എനർജി ചേഞ്ച് ആകും. ഒരെണ്ണം ഹീലാകുമ്പോൾ തൊട്ടപ്പുറത്ത് നല്ല സപ്രസ് ചെയ്ത് കിടക്കുന്നത് എന്തെങ്കിലും കയറി വരും ഒറ്റയ്ക്ക്. ചിലർക്ക് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് ചിലപ്പം ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് അത് വന്നത് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ചെയ്തപ്പോൾ EFT തെറാപ്പി വഴി ഹീലിംഗ് കിട്ടിയിട്ടുണ്ട്. സാറിന്റെ തെറാപ്പിസ്റ്റ് ഓക്കെ ഹാജർ വഴിയാണ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. ഷംല ഷാനവാസ്, വെരി ഗുഡ്. ആൾസോ പ്രാക്ടീസ് സെൽഫ് ലവ്, വെരി ഗുഡ്. പെയിൻ വന്നുപോയി, ഓക്കെ വന്നുപോയി, ജസ്റ്റ് ഓക്കെ, വെരി ഗുഡ്. പോയല്ലോ, ഓക്കെ, നോ ഇഷ്യൂ. വരും, അത് ചില പെയിൻ ഉണ്ടാവും. അപ്പം നമ്മളത് അതെടുത്ത് ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ EFT ഷംല ഷാനവാസ് പറയുന്നു EFTയിൽ ഹീലിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ നമ്മുടെ തെറാപ്പിസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ഹീലിംഗിന് ബുക്ക് ചെയ്യാം. ഹീലിംഗ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യും, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അതിന് ഫീ പേയ്മെന്റ് അടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ ബുക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ.
അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യും, ഞാനിവിടെ നമ്പർ കൊടുക്കാം, നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ബുക്ക് ചെയ്യുക കേട്ടോ. നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഫീ എത്രയും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവർ നമ്മൾ നേരിട്ട് ചെയ്തു തരുന്നത്, നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് നിങ്ങളെ മാത്രം എടുത്ത് നിങ്ങളുടെ ഇഷ്യൂ ക്ലിയർ ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫീ വരുന്നത് വെച്ചാൽ 2 സെഷനായിട്ട് ചെയ്യുന്നത്. അതിന് ഫീ വരുന്നത് 2 സെഷൻ അടക്കം വരുന്നത് ആക്ച്വലി 2500 റുപ്പീസാണ് വരുന്നത്. നിങ്ങളുടെ ഇഷ്യൂ ക്ലിയർ ചെയ്ത് 0 ആക്കുക എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അലി പറയുന്നു, ഷാഫി സാർ നിങ്ങൾ പൊളിയാണ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. 8086880775 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് വളരെ ജനറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ജനറൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജനറൽ ആയിട്ട്, അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഇഷ്യൂ എടുക്കണേ, വലിയ ഇഷ്യൂസ് ഒന്നും എടുക്കരുത്. ചെറിയ ചെറിയ ഇഷ്യൂസ് എടുത്തിട്ട് നിങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. വലിയ ഇഷ്യൂസ് എടുത്തു കഴിഞ്ഞാൽ, വലിയ ട്രോമ, വലിയ പ്രശ്നങ്ങൾ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 2 ടൈപ്പ് പ്രശ്നങ്ങളുണ്ട്. ബിഗ് ടി ട്രോമ ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. സ്മോൾ ടി ട്രോമ എന്ന് പറഞ്ഞാൽ ബിഗ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രോമാസ്, നമ്മളെ ശരിക്കും തകർത്ത് കളഞ്ഞാൽ, നമ്മളെ വല്ലാണ്ട് ഷോക്ക് ആക്കിയിട്ടുള്ള, നമുക്ക് അതൊക്കെ എടുക്കാൻ തന്നെ പേടിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വാക്ക് പറയാൻ പോകാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആരെങ്കിലും ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ റേപ്പ് ഒക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും പെട്ടെന്ന് നമ്മൾ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായമില്ലാതെ നമ്മൾ എടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ, നിങ്ങൾ ചിലപ്പം ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ പോവുകയും നിങ്ങൾ റീട്രോമറ്റൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ അത് പതിയെ 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 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അനുജ പറയുന്നു, ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അനുജ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വെൻ ക്ലാസ് വിൽ സ്റ്റാർട്ട്. ഓക്കെ, ആക്ച്വലി നമുക്ക് റെക്കോർഡ് ക്ലാസ് ആണ്. അനുജ ഒരു കാര്യം ചെയ്യുക, അനുജയ്ക്ക് ഇതിൽ മെസ്സേജ് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അനുജ ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കും കേട്ടോ. സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. 8086880771 എന്ന നമ്പറിലേക്ക്. ഓക്കെ, ഈ നമ്പറിലേക്ക് അനുജ ഒരു കാര്യം ചെയ്യും, ഇതിലേക്ക് എന്ത് ചെയ്യും, മെസ്സേജ് അയക്കട്ടെ, സ്ക്രീൻഷോട്ട് ഡീറ്റെയിൽസും കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്താണ് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നു ഷാല്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഏത് ട്രോമ എടുക്കുമ്പോഴും അല്ലെങ്കിൽ സംഗതികൾ എടുക്കും, ചെറിയ ചെറിയ കേസുകൾ എടുത്തിട്ട് ചെറിയ തലവേദന എടുക്കാം, ചെറിയ ടെൻഷൻ എടുക്കാം, ചെറിയ വിഷമം എടുക്കാം, ചെറിയ ബോഡി പെയിൻ ചെറുതായിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം. ചില ബോഡി പെയിൻ ഒക്കെ വലിയ ട്രോമ ആയിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്ത് പതിയെ 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 ഇമ്പ്രൂവ് ആയിട്ട് വരാം. ക്ലിയർ ആണോ? ഓക്കെ, ഹാപ്പി, വെരി ഗുഡ്, ഹാപ്പി ആണല്ലോ അല്ലേ? ഓക്കെ, ശരി. നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ എനിക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറയുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. നമുക്ക് ഇനിയും ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളുമായിട്ട് നിങ്ങളടുത്തേക്ക് വരണം. ഉഷാറായിട്ട് നല്ല രീതിയിലേക്ക് ചെയ്ത് മുന്നോട്ട് പോകട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണുന്ന ചിരി കണ്ടാൽ അറിയാം നിങ്ങൾ ഹാപ്പിയാണ്, ഉഷാറാണ്, നിങ്ങൾ പോസിറ്റീവാണ്, നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. മെസ്സേജ് അയക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്ക് ചെയ്യുക കേട്ടോ. സ്വയം ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക. ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. ഇത് ഒരു ചെറിയൊരു ഡെമോ നിങ്ങൾക്ക് നൽകിയതാണ്. ഡെപ്തിൽ നിങ്ങളിതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സെഷൻസ് ആയിട്ട് വരും കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. അപ്പോൾ പലരും വിഷമത്തിലുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ആശ്വാസമാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. റെക്കോർഡ് ഉണ്ട്, നമുക്ക് അവൈലബിൾ ആവുമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കോൾ വന്നപ്പോ പകുതി കേൾക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ചോദിച്ചോളൂ ബേബി, ചോദിച്ചോളൂ. ചെറിയ ചെറിയ ട്രോമകൾ എടുക്കാന്ന് പറഞ്ഞല്ലോ. ചില സമയത്ത് ഞാൻ എല്ലാവരും ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. ഓക്കെ, ഓക്കെ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഇപ്പൊ ട്രോമ എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ സാറേ. നമ്മളത് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ചെറിയ ട്രോമ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്രോമകളൊക്കെ ആണല്ലോ ആ സമയത്ത് കയറി വരുന്നത്. നിങ്ങളുടെ മൈൻഡിന്
ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് എടുക്കുന്നതാണ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനേക്കാട്ടിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന ട്രോമ വേറെ ഉണ്ട്. അപ്പോൾ അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് കയറി വരുന്നത്. അപ്പോൾ ചില സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ട്രോമയിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്രോമയിലേക്ക് ട്രിഗർ ആവും. അപ്പോൾ അങ്ങനെ ട്രിഗർ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് അത് ഇങ്ങോട്ട് വരും. കാരണം അത് എത്രയോ കാലമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, നമ്മളത് ചിന്തിക്കുന്നില്ല, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുന്നുണ്ട്. അപ്പൊ അത് ട്രിഗർ ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പൊ അത് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാം, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന സിറ്റുവേഷനിലാണെങ്കിൽ. അല്ലെങ്കിൽ അത് പതിയെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിലാക്സ് ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെറുത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമിക്കാം. ചിലരത് പെട്ടെന്ന് അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ആ ഒരു ഇതിലേക്ക് അപ്പൊ അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതെങ്ങനെ ചെയ്യേണ്ടത്? ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി അഡ്രസ്സ് ചെയ്യാൻ നല്ലത്. സ്വയം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, സ്വയം ചെയ്യുമ്പോഴേക്കും വല്ലാണ്ട് കരച്ചിലേക്കും വല്ലാണ്ട് വിഷമത്തിലേക്കും അതിൽ പോയിട്ട് സ്റ്റക്കാവുന്ന അവസ്ഥയൊക്കെ ചിലർക്ക് ഉണ്ടാവും. അത് വല്ലാണ്ട് ഫേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് ചെറുതെടുത്തിട്ട് പതിയെ മൈൻഡിനെ പാകപ്പെടുത്തിയെടുക്കണം. പിന്നെ അത് മാത്രമല്ല, വലുതെടുക്കുമ്പോൾ അതിലെ മൂവി ടെക്നിക്ക് എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, ആ ടെക്നിക്ക് അത് പല മെത്തേഡുകളുണ്ട്. വലുതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ മൂവി ടെക്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെട്രിക്സ് റീഇംപ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അഡ്വാൻസിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. ആ റീഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതിനൊക്കെ നല്ലത് വേറൊരാൾ ചെയ്യും. മെട്രിക്സ് റീഇംപ്രിന്റിംഗ് ഒക്കെ വേറൊരാൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അത് ചെയ്തിട്ട് എന്താ വെച്ചാൽ അതിലാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പതിയെ ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. മെട്രിക്സ് റീഇംപ്രിന്റിംഗിൽ നമ്മൾ പോയിട്ട് ചെയ്യുമ്പോൾ വലിയ ട്രോമയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് റീഇംപ്രിന്റിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ വിദേശത്തടക്കമുള്ള അല്ലെങ്കിൽ കാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ EFTയുടെ ഏറ്റവും വലിയ ഫൗണ്ടർ ആയിട്ടുള്ള വൺ ഓഫ് ദ ഫൗണ്ടർമാരിൽ ഒരാളായിട്ടുള്ള EFTയുടെ അല്ല മെട്രിക്സിന്റെ അപ്പോൾ ഫൗണ്ടർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരടക്കം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുവിധം ആൾക്കാരൊക്കെ EFTയിലെ ബേസിക് മെത്തേഡ്സ് ഒരു ബിഗ് ടി ട്രോമയൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യും, മെട്രിക്സിന്റെ മെത്തേഡ് ഉപയോഗിക്കുക. നോർമൽ EFTയിലെ മെത്തേഡുകൾക്ക് പകരം മെട്രിക്സിന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് എന്ത് ചെയ്യും, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യും. അപ്പൊ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സുഖം എന്താ വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ചെല്ലാനും പറ്റും. എന്നിട്ട് ആ ട്രോമ നടന്ന അതേ സിറ്റുവേഷനിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഷീൽഡുമായിട്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് ഇരുന്നിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് സ്വയം ചെയ്യാതിരിക്കുന്നതാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. സ്വയം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഓൾറെഡി അത് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പ്രശ്നമില്ല. അപ്പൊ ഇത് ഇങ്ങനെ കയറി വരുന്നത് സ്വാഭാവികമാണ്. ചെയ്യണോ വേണ്ടത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പൊ അതെന്താ വെച്ചാൽ അത് അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ആയതുകൊണ്ടാണ് കയറി വരുന്നത്. അങ്ങനെ കയറി വരുമ്പോ നമുക്കത് പിന്നെ വലുതാണ് തോന്നുന്നെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതല്ല, അഡ്രസ്സ് ചെയ്യണം. ഏത് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കും എന്നുള്ളത് തീരുമാനിക്കണം. അതിനൊരു ക്ലാരിറ്റി വേണം. കാരണം ചില മെത്തേഡ് കൊണ്ട് അത് താങ്ങാൻ കഴിയില്ല. മനസ്സിലാവണം. ബേസിക് മെത്തേഡ് കൊണ്ട് ചിലപ്പോൾ താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ബേസിക് മെത്തേഡ് കൊണ്ട് നമ്മുടെ ഇമോഷൻസിന് ചിലപ്പോൾ ആ വലിയ ബിഗ് ടി ട്രോമയിലേക്ക് പോയി. അപ്പൊ നമ്മൾ വല്ലാണ്ട് ഇമോഷണലായി, വല്ലാണ്ട് കരഞ്ഞു, വല്ലാണ്ട് ബുദ്ധിമുട്ടാവുന്നു, വല്ലാണ്ട് പ്രയാസമാവും, നമ്മളവിടെ തളർന്നു പോകുന്നു, ചിലപ്പം അതിൽ തന്നെ സ്റ്റക്കായി പോകും. ചിലർക്ക് അതെന്ത് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ നമ്മളൊരു എന്താ പറയുക, നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയാത്തൊരു സ്റ്റേജിലേക്ക് അത് എത്തുന്നു എന്ന് തോന്നി. ചിലർക്ക് എന്താ വെച്ചാൽ ബ്രീത്തിങ് ഇഷ്യൂസ് വരും, ചിലർക്ക് ഭയങ്കര സഫക്കേഷൻ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റീട്രോമറ്റൈസിങ് ആണ് നടക്കുന്നത്. വീണ്ടും ട്രോമയായി മാറുകയാണ്. ട്രോമ മാറ്റാൻ ശ്രമിച്ച ഹീൽ ചെയ്യാൻ ശ്രമിച്ച പ്രവൃത്തി വീണ്ടും മറ്റൊരു ട്രോമയായിട്ട് അല്ലെങ്കിൽ വീണ്ടും ആ റീട്രോമറ്റൈസേഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം അവോയ്ഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് പകരം എന്താന്ന് ചോദിച്ചാൽ അതിനാണ് ഡിഫറെന്റ് മെത്തേഡ് എടുക്കണം. അപ്പൊ ഒരു മെമ്മറി ആണോ, സ്പെസിഫിക് മെമ്മറി നടന്നിട്ടുള്ള ഒരു സംഭവമാണ് എങ്കിൽ മൂവി ടെക്നിക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാം. മൂവി ടെക്നിക്ക് നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പൊ ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അതിൽ കുറേശ്ശെ അതിലെ ഒരു സ്പെസിഫിക് മൊമെന്റ് എടുക്കുക. അതായത് ആ മൂവി ടെക്നിക്കിൽ പറയുന്നത് വെച്ചാൽ സ്പെസിഫിക് മെമ്മറി എടുത്തിട്ട് അതിനെ ഓർക്കാൻ പറയുകയും അതിന്റെ സീൻ ബൈ സീന് അത് നമ്മൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചാർജ് ഫീൽ ചെയ്യും. ചില സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ഇങ്ങോട്ട് ആ ഒരു ഫീലിംഗ് വരും. ആ ഫീലിംഗ് വരുന്ന സമയം ആ ഫീലിംഗ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ടാപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത സീനിലേക്ക് പോവുക. എന്നിട്ട് ആ ഫീലിംഗ് എടുത്ത് ടാപ്പ് ചെയ്യുക. അടുത്ത സീനിലേക്ക് പോവുക. ആ ഫീലിംഗ് എടുത്ത് ടാപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് മൊത്തം സീനും ക്ലിയർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സേഫായി. മൂവി ടെക്നിക്ക് എന്ന് പറയുന്നത് ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് പതിയെ അതൊരു സിമ്പിൾ മെത്തേഡാണ്.
ഇങ്ങനെയുള്ള ബിറ്റി ട്രോമാസ് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് മൂവി ടെക്നിക് എന്ന് പറയുന്നത്. പിന്നെ ഫോളോയിങ് ദ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ട്. ചേസിങ് ദ പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ്, ഇതിൽ ഏത് മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ അത് അവിടെ തൽക്കാലത്തേക്ക് ബോക്സിലേക്ക് വെക്കുക. ബോക്സ് ചെയ്യാന്ന് പറയും. ആ പെയിൻ വന്നു വല്ലാണ്ട് ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ ടാപ്പ് ചെയ്തിട്ട് ഈവൻ ദോ ഈ ഒരു പെയിൻ എനിക്ക് ഉണ്ടെങ്കിൽ പോലും പതിയെ ഒന്ന് റിലാക്സ് ചെയ്യുക. അത് ഡീപ് ബ്രീത്ത് എടുക്കാം. ബ്രീത്ത് എടുക്കുക, ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യല്ല, ബ്രീത്ത് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് എന്ത് ചെയ്യുക, ബ്രീത്ത് എടുത്തിട്ട് റിലാക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ഗാമറ്റിൽ ട്രൈ ചെയ്യാം. അറിയാലോ, ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് എന്താ വെച്ചാൽ 9 വരെ കൗണ്ട് ചെയ്യുക. ഹം ദ മ്യൂസിക്, ഒരു മ്യൂസിക് ഹം ചെയ്യുക. എന്നിട്ട് വീണ്ടും 9 കൗണ്ട് ചെയ്യുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക, ഡീപ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് നിങ്ങളത് കാമാക്കി മാറ്റുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രശ്നം ഞാൻ ഒരു ബോക്സിൽ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നു. ഹീലിംഗ് നടന്നിട്ടില്ല എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. അത് എന്നിട്ട് എന്ത് ചെയ്യുക, അത് വേണമെങ്കിൽ ബോക്സ് കൂട്ടി വെക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. എന്നിട്ട് ഒരു തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ തേടാം. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് തെറാപ്പിസ്റ്റ്, അതായത് EFT തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് തേടിയിട്ട് അവരുടെ സഹായത്തോട് കൂടിയിട്ട് ചെയ്താവുമ്പോൾ നിങ്ങൾക്ക് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. അത് നേരിട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഓൺലൈനിൽ വേണമെങ്കിൽ ചെയ്യാം, നേരിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. It's up to you. Okay. Very good. Thank you so much. All right. Is there any questions? So how is your business going, Zero baby? How everything is going? Sharana, കാര്യങ്ങളൊക്കെ ഒരു ബ്ലോക്ക് പോലെ അപ്പൊ കുറച്ചായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഡോണ്ട് വറി, റെഡി ആയിക്കോളും കേട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ മണി ബ്ലോക്ക് നന്നായിട്ടുണ്ട് തോന്നുന്നുണ്ട്. എല്ലാം ഒരു പിന്നെ ചെയ്യാനും ഒരു പകല് ചെയ്യുമ്പോൾ ഇത് രാത്രി ചെയ്യാം, രാത്രി ചെയ്യുമ്പോൾ പകല് ചെയ്യാം, അങ്ങനെ ഒരു പ്രോക്രാസ്റ്റിനേഷൻ പോലെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ എല്ലാം ഇപ്പൊ പെൻഡിങ് ആണ്. വർക്കുകളൊക്കെ കുറെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വറീഡ് ആവണ്ട, നിങ്ങൾ ഒറ്റയ്ക്കൊന്നല്ല, പലർക്കും ഇതേപോലെ പ്രോബ്ലംസ് ഉണ്ട്. 1 by 1 ആയിട്ടെല്ലാം ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് വരും കേട്ടോ. വറീഡ് ആവണ്ട. എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. അപ്പം കുറെ ചെയ്യാനുണ്ട്. ഒക്കെ അപ്പൊ അതെടുത്ത് ടാപ്പ് ചെയ്യാ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ഫീലിങ്സ് എടുത്ത് ടാപ്പ് ചെയ്യാം കേട്ടോ. എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, അത് എന്നെ വല്ലാണ്ട് വിഷമത്തിലാക്കുന്നു. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ. അതുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇറ്റ്സ് ഓക്കെ. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ സ്റ്റക്ക് ആണല്ലോ എന്ന അവസ്ഥയിൽ ഞാൻ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഡയലോഗ്സ് മൊത്തം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എനിക്ക് മണി ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതിൽ ഞാൻ വിഷമിക്കുന്നു. ഓരോ സംഗതി എടുത്ത് ടാപ്പ് ചെയ്യുക, ഹീൽ ചെയ്യുക. ആ എനർജി ബ്ലോക്ക് മൊത്തം പോയിട്ട് നല്ല എനർജി ഫ്ലോ ചെയ്യട്ടെ. ആ എനർജി നിങ്ങളുടെ ശരീരത്തിൽ നല്ല എനർജി ഫ്ലോ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജിയിലേക്ക് പിന്നെ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും ടാപ്പ് ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം, വീണ്ടും ടാപ്പ് ചെയ്തിട്ട് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാം, വീണ്ടും ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങളിൽ പോസിറ്റീവ് എനർജി നല്ല രീതിയിലേക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ എനർജി നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ള നിങ്ങളുടെ ഫീൽഡിലുള്ള ബ്ലോക്കുകളെ മുഴുവൻ അതെന്ത് ചെയ്യും, ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളിലേക്ക് നല്ല പണം, നല്ല സമ്പത്ത്, നല്ല അവസരങ്ങൾ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ. ഈസ് ഇറ്റ് ഈസി? നോ. ഈസി ആണോ? അല്ല, ഈസി അല്ല. പക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞു തരുന്ന പോലെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരാണ്ടാവുമ്പോ അതൊരു ഒരു 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 നമ്മളിപ്പോ എന്താ വെച്ചാല് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒരു താങ്ങായിരിക്കും, ഇന്നത്തെ സെഷൻ ഒരു താങ്ങായിരിക്കും. പറഞ്ഞോ, എന്താ ചോദിച്ചേ? അല്ല, ഇപ്പൊ സാറിന്റെ ഇത് തുടങ്ങിയതിനു ശേഷേ മറ്റേ രാവിലെ ഞാൻ ആദ്യം 4 മണിക്ക് മുമ്പ് നീക്കണ ആളായിരുന്നു. അപ്പൊ കുറെ കാലങ്ങളായിട്ട് എനിക്കത് പറ്റാറില്ലായിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് 4 മണിക്ക് എഴുന്നേൽക്കാനും താഴ്ചതൊക്കെ ക്ലിയർ ആയിട്ട് റമദാൻ തൊട്ട് ക്ലിയർ ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഉച്ചയാകുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ഉറക്കം വരല് തുടങ്ങും. ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല. അപ്പൊ ആ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആ ഉറക്കം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇരുന്നിട്ട് ടാപ്പ് ചെയ്യാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഓക്കെ, ആ ഇപ്പൊ ഞാൻ ഉറങ്ങിപ്പോവോ എന്ന് ഞാൻ വിഷമിക്കുന്നുണ്ട്, വറീഡ് ആവുന്നുണ്ട്, ടാപ്പ് ചെയ്യാം. ജസ്റ്റ് ടാപ്പ് എവറിത്തിങ്, ജസ്റ്റ് ടാപ്പ്. ടാപ്പ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവും. എനർജി ചേഞ്ച് ആവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ഒരു തോട്ട് വരില്ല. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. നമ്മുടെ മൂഡ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് ബേസ്. നമ്മുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയെ ചേഞ്ച് ചെയ്യണം. നമ്മൾ എനർജി ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് ചിന്ത വരും. അപ്പൊ എനർജി ഡൗൺ ആകുമ്പോൾ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ
നമുക്കിങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരും. നെഗറ്റീവ് ഒരു ഫീലിംഗ് വരികയാണ്. എനർജി ഡൗൺ ആകുമ്പോൾ നെഗറ്റീവ് ഫീലിംഗ് വരും, എനർജി ഇല്ല എന്നുള്ള ഫീൽ വരും. ആ ഫീലിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് വരും. ആ തോട്ട് വന്ന് നമ്മളെ കീഴ്പ്പെടുത്തും. അത് പിന്നെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കും. പിന്നെ നമ്മൾ അതിനെ വിശ്വസിക്കും. അതിനെ വിശ്വസിക്കുന്നതോടുകൂടി ഇപ്പോൾ ഉറക്കം വരുന്നു, ഞാൻ ടയേർഡാണ്, എനിക്ക് ഉറക്കം വരുന്നു, ഉറക്കം വരുന്നു, ഉറക്കം വരുന്നു, ഉറക്കം വരുന്നു, ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങി. ഇതാണ് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് പോണത്. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ അത് ഈ ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ മുളയിലെ നുള്ള എന്ന് പറഞ്ഞ മാതിരി മുള്ള എന്ന് പറയുന്ന എനർജിയാണ്. നെഗറ്റീവ് ഒരു എനർജി നമുക്ക് എന്തെയോ കാരണത്താൽ ഫീൽ ചെയ്ത് കിടക്കുന്നത്. അല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും നെഗറ്റീവ് എനർജി. എന്നിട്ട് റീസൺ എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ട്രോമ നമ്മൾ ഹീൽ ചെയ്യാതെ കിടക്കുന്ന പല സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ടായിട്ടുള്ള എല്ലാം നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിൽ നെഗറ്റീവ് ചാർജുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഇൻസിഡന്റുകൾ മൂലം. അത് മോൻ നമ്മളോട് ചൂടായതാവാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കേൾക്കാത്തതായിരിക്കാം മക്കള്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം, എന്തെങ്കിലും ചെറിയ ചെറിയ കാരണത്ത്. ഇതൊന്നും അല്ലാത്തത് കുറെ ഇത്രയും കാലം 10-35 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 30 കൊല്ലമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് എനർജി അതും നമ്മൾക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതും ക്ലിയർ ചെയ്യാനുണ്ട്. പഴയതവിടെ ഉണ്ട്, മനസ്സിലാവുണ്ടോ? പഴയ കുറെ വേസ്റ്റ് അവിടെ ഉണ്ട്, പുതിയത് ഡെയിലി വരുന്നതും ഉണ്ട്. ഇത് ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. സോ യു ജസ്റ്റ് പ്രാക്ടീസ് ദാറ്റ് എവറി ഡേ. ക്ലിയർ ചെയ്യുക. അപ്പം അത് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട് അലങ്കോലായി കിടന്നാൽ നമുക്ക് എനർജി ഉണ്ടാവുമോ? ഇല്ല. ക്ലിയർ ചെയ്ത് നോക്കിയാൽ നല്ല രസമാണ് അല്ലേ? കുളിക്കാതെ ഇങ്ങനെ നടന്നു നോക്കിയാൽ വലിയ രസം ഉണ്ടാവില്ല. ഒന്ന് കുളിച്ചു നോക്കിയാൽ ഇപ്പോൾ രസമാണ്. അപ്പോൾ അതൊരു ഹീലിംഗ് ആണ്. കുളിക്കൽ ഒരു ഹീലിംഗ് ആണ്. നമ്മുടെ എനർജി ഒന്ന് പോയി ഒന്ന് ക്ലിയർ. കാരണം ആ വെള്ളം നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ദേഹത്തിലെ അഴുക്ക് മാത്രമാണ്, പക്ഷെ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളുടെ ശരീരത്തിലെ അഴുക്കും കൂടെ ക്ലീൻ മാനസികമായിട്ട് നമുക്കൊരു ഉന്മേഷം നൽകാനും അത് സഹായിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് വുളു എടുക്കുന്നത്. നമുക്കെന്ന് വെച്ചാൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പോലെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ഓരോ ഹെൽപ്പാണ്. അതുപോലെ പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈ എനർജി പോയിന്റ്സ്. നമ്മൾ ടാപ്പ് ചെയ്തിട്ട് നമ്മളെ എനർജി ചേഞ്ച് ആകും. എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഉറക്കം വരുന്ന എനർജി നമ്മൾ ഒറ്റയ്ക്ക് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി അത് അവിടുന്ന് പോയി. ആ എനർജി പോയതോടുകൂടി പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫീലിംഗ് വരുന്നില്ല. ലോ എനർജി പോയി. അപ്പൊ ലോ ഫീലിംഗ് വരും. ലോ ഫീലിംഗ് വരാതിരിക്കുമ്പോൾ ലോ തോട്ട് വരില്ല. ആ ഉറക്കം വരാൻ ക്ഷീണമുള്ള ആ ഒരു എനർജി പോയി. ക്ഷീണം ഉണ്ടാക്കുന്ന ആ ഒരു എനർജി പോയതോടുകൂടി ആ എനർജി പോകുന്നതോടുകൂടി പിന്നെ ക്ഷീണം എന്ന് പറയുന്ന ഫീലിംഗ് വരുന്നില്ല. അത് ഫീൽ ചെയ്യാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള തോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഓവർ തിങ്കിങ്ങിലേക്കോ ചിന്തയിലേക്കോ പോയിട്ട് അത് വിശ്വാസമായി മാറുന്നില്ല. അത് നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല. നമ്മൾ ഓക്കെ ആയിട്ട് പോകും, മാനേജ് ചെയ്ത് പോകാൻ പറ്റും. സോ ദാറ്റ്സ് ഹൗ യു മാനേജ്. ഡിഡ് യു ഗെറ്റ് ക്ലാരിറ്റി? ഓക്കെ താങ്ക് യു സർ. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളിടത്താണ് കാര്യം. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിതൊക്കെ അറിഞ്ഞാലും എന്നാലും എന്ന് പറയും. അപ്പൊ ഇരുന്നിട്ട് ടാപ്പ് ചെയ്യുക എന്നാലും. മനസ്സിലാവുണ്ടോ? അതിരുന്ന് ടാപ്പ് ചെയ്യുക. പരമാവധി എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നു അപ്പോഴൊക്കെ ഈ ഒരു പോയിന്റിലെങ്കിലും മിനിമം ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഫർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെന്യുയിൻലി, സിൻസിയർലി. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ദൈവത്തിന് സ്തുതി, അൽഹംദുലില്ലാ, ഈശ്വരന് നന്ദി, whatever it is, കർത്താവിന് നന്ദി, whatever you believe, you just say that, alhamdulillah, whatever it is, just tap and say it. Gratitude full time പറഞ്ഞുകൊണ്ടിരിക്കുക. It will boost your energy up and always you'll be fine and better. Thank you. Wish you all the very best. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഷാർ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? How was it? Thank you. എല്ലാവർക്കും എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള പവർഫുൾ ആയിട്ട് ടെക്നിക്കാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ സാർ, ഞാൻ EFT ചെയ്തു, പക്ഷെ എനിക്ക് ഇപ്പോഴും ദേഷ്യവും സങ്കടവും വരുന്നു. ജമീല പറയുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ദേഷ്യവും സങ്കടം വരുന്നുണ്ടെങ്കിൽ അത് എന്തോ ട്രോമയായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. സ്പെസിഫിക് ട്രോമ ഉണ്ടോ എന്നുള്ളത് എടുത്ത് നോക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു EFT തെറാപ്പിസ്റ്റിനെ നമ്മൾ ഇതിൽ ബുക്ക് ചെയ്തോളൂ. നമ്പർ ഇവിടെ കൊടുക്കാം, 8086880775 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 8086880775 നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, EFT. പക്ഷേ എടാ അമീർ ഷബി പറയുന്നു, അടിപൊളി മോനെ, താങ്ക് യു. ഹലോ സാർ, ഉമ്മാന്റെ അസുഖത്തിന് നമ്മൾ ഇത് ചെയ്താൽ ട്രാപ്പ് ചെയ്താൽ മാറോ? തീർച്ചയായിട്ടും മാറും. നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യണം. പക്ഷേ അതിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചിരുന്നോ? ഇല്ല.
ഇല്ല. ബിസിനസ് ഹീലിംഗ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉമ്മാനെ കണ്ടിട്ട് മനസ്സിലേക്ക് നിങ്ങൾ ഹാർട്ട് ടു ഹാർട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ മനസ്സിൽ ശരിക്കും കണ്ണടച്ചിട്ട് കണ്ടിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഉദ്ദേശത്തോട് കൂടി, അസുഖം മാറുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടും നിങ്ങളിൽ നിന്ന് ടാപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു എനർജി അവരുടെ അസുഖത്തെ മാറ്റുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്താൽ തന്നെ വലിയ ചേഞ്ച് കാണാൻ പറ്റുന്നതാണ്. ഈ മേഖലയിൽ വലിയ പഠനങ്ങൾ അങ്ങനെ തന്നെ 2 ദിവസം ഒന്നും ഭക്ഷണമില്ലാതെ ബോധമില്ലാതായതിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ ഉണർന്നു പറഞ്ഞു അവര്. യെസ്. അപ്പൊ അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് EFT തെറാപ്പിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ഉമ്മാക്ക് ഒന്നാമത് പറയാൻ അറിയില്ല. വേദന ഉണ്ട്, വേദന ഇങ്ങനെ അതോ പറയുന്നില്ല. എവിടെ വേദന വെച്ചിട്ട് അത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതില്ല, ഓർമ്മക്കുറവില്ല, ബ്രെയിനിന് ചുരുക്കം വന്നതാന്ന് പറഞ്ഞവര്. ഓക്കെ. എന്തായാലും നിങ്ങളൊന്ന് ശ്രമിക്കൂ കേട്ടോ. ശരി. Wish you all the very best. Have a great day. Thank you everyone. Thank you so much for joining today's session. കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you so much. Ummul Khaira, thank you so much for joining. Thank you. Kamarjan, thank you. Thank you so much. ഞാൻ സാറിന്റെ ക്ലാസ് ഞാൻ ചേർന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. വന്നതൊക്കെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. പേരാണെങ്കിൽ തന്നെ Thank you so much. Thank you so much. Thank you.